മുസ്ലിയാർ പറയട്ടെ, എന്തിനാണ് ബുറാക്കുമായി വന്നത്? നബിക്ക് പോകാൻ ബുറാക്കിന്റെ ആവശ്യമില്ല. അതാ അവിടുത്തെ നെഞ്ഞു കീറിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുറിവ് കൂട്ടിയതിന് ശേഷം ബുറാഖ് എന്ന സ്പെഷ്യൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകാൻ വാഹനത്തിന്റെ ആവശ്യം ഇല്ല. എല്ലാവർക്കും അറിയില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാറ്റിലാണ് അല്ലാഹുവിന്റെ റസൂലായ സുലൈമാൻ നബി അള്ളാഹ് കൊണ്ടുപോയത്. അപ്പൊ കാറ്റിൽ വായുവിൽ തന്നെ സുലൈമാൻ നബിയെ കൊണ്ടുപോയതുപോലെ അല്ലാഹുവിന്റെ നബിയെ കൊണ്ടുപോകൽ പ്രയാസമില്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇത്ര മുന്തിയ വളരെ സ്പീഡുള്ളൊരു വാഹനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറ്റി കൊടുത്തത്? അതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒരു രഹസ്യമാണ് മഹാനായ ഖലീൽ തങ്ങളും അതുപോലെ ശൈഖുനാ കാന്തപുരം ഉസ്താദും താജുൽ ഉലമയുമൊക്കെ 1000 വേദികളിൽ ഓടിയെത്തേണ്ടവർ തിരക്കിട്ട് പോകുമ്പോ ഒരു നല്ല കാറിൽ പോകുന്നത് കണ്ടാൽ അങ്ങനെ നബി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പുത്തൻവാദിയും അസൂയക്കാരനും ഉണ്ടാകും. അപ്പോൾ വളരെ തിരക്കിട്ട് പോയി വരേണ്ട നേതാക്കന്മാർ എത്ര വലിയ നേതാവായിരുന്നാലും എത്രയും സ്പീഡുള്ള വാഹനത്തിൽ കയറാമെന്നും കയറ്റാമെന്നും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ബുറാഖ് എന്നൊരു വലിയ വാഹനം, അത്ഭുതകരമായ വാഹനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് ആനയിക്കുന്നു. എത്ര ഗൗരവമാണിതൊക്കെ, എത്ര ഗൗരവമാണിതൊക്കെ. അല്ലാഹു റസൂലിന്റെ പേരില് ഖലീൽ തങ്ങൾക്കും AP മുസ്ലിയാർക്കൊക്കെ വണ്ടി വാങ്ങാനും വണ്ടി കയറാനുമാണ്, അതിന് വേണ്ടി തന്നെയാണ് അന്ന് ബുറാഖ് കൊണ്ടുവന്നത് എന്നാ പറഞ്ഞത്. അല്ല, അള്ളാഹ്ക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ജിബീൽ ബുറാഖുമായി വന്നപ്പോ നബി ചോദിക്കാം, എന്തിനാ ജിബീലെ ബുറാഖ്, നമുക്ക് പോകാൻ കാറ്റ് പോരാ? അതാ അതിനല്ല, അത് ദേശേഷന് AP വരാണ്ട് മൂപ്പർക്ക് വേണ്ടിയാണ്. ആ 100 പയ്യാളിന് AP വരാനുണ്ട്, അയാൾ കാറ് വാങ്ങണം, അതിൽ നിങ്ങൾ പോയേ പറ്റൂ, അല്ലെങ്കിൽ അന്നുള്ളോ ചോദിക്കും നബി പോയിട്ടുണ്ടോ? അപ്പൊ ഈ തെളിവ് കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊന്നും നബി ചെയ്ത് മാത്രമേ ചെയ്യുള്ളൂ. നബി ചെയ്ത് മാത്രമേ ചെയ്യുള്ളൂ. വണ്ടി പോലും നബി വാങ്ങിയ പോലത്തെ വണ്ടി അല്ലാത്ത വണ്ടിയില്ല. ഈ രൂപത്തിലാണ് ദുർവ്യാഖ്യാനങ്ങൾ.